കേരളം മെയ് 4 വിധിദിനത്തിലേക്ക് കാത്തിരിക്കുമ്പോൾ UDF ക്യാമ്പുകളിൽ വിജയപ്രതീക്ഷയേക്കാൾ മുറുകുന്നത് മുഖ്യമന്ത്രി കസേരയെ ചൊല്ലിയുള്ള അധികാര വടംവലിയാണ്. ഫലപ്രഖ്യാപനത്തിന് മുൻപേ തന്നെ ആര് വാഴുമെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഗ്രൂപ്പ് മാനേജർമാർ കച്ചമുറുക്കുമ്പോൾ അത് മുന്നണിയുടെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള പടലപ്പിണക്കങ്ങളിലേക്കാണ് ചെന്നെത്തിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല, ഹൈക്കമാൻഡ് പ്രതിനിധി KC വേണുഗോപാൽ എന്നിവർക്കിടയിലെ ത്രികോണ മത്സരം കോൺഗ്രസിനെ ഒരു പിളർപ്പിന്റെ വക്കിലേക്ക് എത്തിച്ചിരിക്കുകയാണെന്നത് വസ്തുതയാണ്. VD സതീശൻ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപേ തന്നെ താനായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള കൃത്യമായ കരുനീക്കങ്ങൾ ആരംഭിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷം നടത്തിയ ഇടപെടലുകളും മാധ്യമ പിന്തുണയും തന്റെ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള ചവിട്ടുപടിയായി അദ്ദേഹം കാണുന്നു. ഗ്രൂപ്പ് അതീതനായി സ്വയം പ്രതിഷ്ഠിക്കാനും യുവജന നേതാക്കളുടെ പിന്തുണ ഉറപ്പാക്കാനും സതീശൻ നടത്തിയ നീക്കങ്ങൾ ഒരു പരിധിവരെ വിജയിച്ചുവെങ്കിലും അത് പാർട്ടിയിലെ പഴയ തലമുറയെയും ഗ്രൂപ്പ് മാനേജർമാരെയും വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. നിയമസഭയിൽ പിണറായി സർക്കാരിനെ കടന്നാക്രമിച്ച സതീശന്റെ ശൈലി ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത നൽകിയെങ്കിലും സ്വന്തം പാർട്ടിക്കുള്ളിലെ മുതിർന്ന നേതാക്കളെ ഒതുക്കിക്കൊണ്ടുള്ള ഈ വളർച്ച വലിയൊരു പൊട്ടിത്തെറിക്കുള്ള കോപ്പുകൂട്ടിയിരിക്കുകയാണ്. പണ്ട് ഉമ്മൻചാണ്ടിയും ഐ ഗ്രൂപ്പും തമ്മിലുണ്ടായിരുന്ന കലഹത്തേക്കാൾ രൂക്ഷമായ ഒരു അധികാര പോരാട്ടമാണ് ഇപ്പോൾ സതീശൻ നയിക്കുന്നത്. അതേസമയം ഉമ്മൻചാണ്ടിക്ക് ശേഷം പാർട്ടിയിൽ അർഹമായ പരിഗണന ലഭിക്കാത്ത മുതിർന്ന അംഗമെന്ന നിലയിൽ രമേശ് ചെന്നിത്തല ഇത്തവണ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. 2011 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ സമയത്ത് 2 വർഷത്തിന് ശേഷം പദവി കൈമാറുമെന്ന് ചെന്നിത്തലയ്ക്ക് ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും അത് പാലിക്കപ്പെട്ടിട്ടില്ല എന്ന കടുത്ത രാഷ്ട്രീയ വേദന അദ്ദേഹത്തെ വിടാതെ പിന്തുടരുന്നുണ്ട്. ഐ ഗ്രൂപ്പിന്റെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായിരുന്നിട്ടും അന്ന് വഴങ്ങിക്കൊടുത്തത് തെറ്റായ തീരുമാനമായിരുന്നുവെന്ന് ചെന്നിത്തല ഇന്ന് കരുതുന്നു. ഉമ്മൻചാണ്ടിക്ക് ശേഷമുള്ള കോൺഗ്രസിൽ സ്വാഭാവികമായി മുഖ്യമന്ത്രിയാകാൻ അർഹതയുള്ളത് തനിക്കാണെന്നും ആ തന്നെ വെട്ടിമാറ്റി സതീശൻ കസേര ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത് നീതിയല്ലെന്നുമെന്നാണ് ചെന്നിത്തല പക്ഷത്തിന്റെ വാദം. മുതിർന്ന നേതാവിനെ പരസ്യമായി അവഗണിച്ച് സതീശൻ മുന്നോട്ട് പോകുന്നത് ഐ ഗ്രൂപ്പിനെ പ്രകോപിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിന് കൂടുതൽ ഗൗരവം നൽകുന്നത് ഡൽഹിയിൽ നിന്നുള്ള KC വേണുഗോപാലിന്റെ നിശബ്ദമായ നീക്കങ്ങളാണ്. ഹൈക്കമാൻഡിന്റെ വിശ്വസ്തനായ വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിലേക്ക് സജീവമായി തിരികെ എത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ചെന്നിത്തലയും സതീശനും തമ്മിലുള്ള ഗ്രൂപ്പ് പോര് രൂക്ഷമാവുകയും UDFന് നേരിയ ഭൂരിപക്ഷം മാത്രം ലഭിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായാൽ ഒരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. എന്നാൽ വേണുഗോപാലിന്റെ വരവിനെ ചെന്നിത്തലയും സതീശനും ഒരേപോലെ ഭയപ്പെടുന്നു എന്നതാണ് കോൺഗ്രസിനുള്ളിലെ മറ്റൊരു കൗതുകം. കേരളത്തിലെ ഗ്രൂപ്പ് പോരുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരാൾ ഡൽഹിയിൽ നിന്ന് വന്ന് കസേര പിടിക്കുന്നത് തങ്ങളുടെ രാഷ്ട്രീയ ഭാവി തകർക്കുമെന്ന് ഇരുവരും തിരിച്ചറിയുന്നു. ഇത്തരമൊരു സാഹചര്യമുണ്ടായാൽ കോൺഗ്രസ് കേരളത്തിൽ വീണ്ടും പിളരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നാണ് അണിയറ സംസാരം. അധികാര വടംവലി കോൺഗ്രസിനുള്ളിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ഘടക കക്ഷികൾക്കിടയിലും അസ്വസ്ഥതകൾ പുകയുകയാണ്. കോൺഗ്രസിലെ ഈ തമ്മിലടിയുടെ വിടവിലൂടെ മുസ്ലിം ലീഗ് തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ തള്ളി തകരുമ്പോൾ ഭരണസ്ഥിരത ഉറപ്പാക്കാൻ PK കുഞ്ഞാലിക്കുട്ടിയെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യം ലീഗ് അണികളിൽ നിന്ന് പരോക്ഷമായി ഉയരുന്നുണ്ട്. കോൺഗ്രസിനകത്തെ ഐക്യമില്ലായ്മ പരമാവധി മുതലെടുത്ത് ഭരണ നിയന്ത്രണം കൈക്കലാക്കുക എന്നതാണ് ലീഗിന്റെ തന്ത്രം. മുന്നണിയിലെ പ്രധാന ഘടകകക്ഷിയായ ലീഗിന്റെ നീക്കങ്ങളെ അവഗണിക്കാൻ കോൺഗ്രസിന് കഴിയില്ല. എന്നാൽ മുഖ്യമന്ത്രി കസേരയെ ചൊല്ലിയുള്ള ചതുരംഗക്കളം UDFനെ ഒരു രാഷ്ട്രീയ സ്തംഭനാവസ്ഥയിലേക്കാണ് എത്തിക്കുന്നത്. മൊത്തത്തിൽ നോക്കിയാൽ അധികാരം കൈവന്നാൽ പോലും അത് സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധം UDF ശിഥിലമായി കൊണ്ടിരിക്കുകയാണ്. ചെന്നിത്തല മുഖ്യമന്ത്രിയായാൽ സതീശനും വേണുഗോപാലും സഹകരിക്കില്ല. സതീശൻ വന്നാൽ ചെന്നിത്തലയും വേണുഗോപാലും തുരങ്കം വെക്കും. ഇനി വേണുഗോപാൽ വന്നാലോ മറ്റുള്ളവർ ഒരുമിച്ച് നിന്ന് അദ്ദേഹത്തെ താഴെ ഇറക്കാൻ ശ്രമിക്കും. ഈ പരസ്പരാവിശ്വാസവും അധികാരമോഹവും മെയ് 4 ശേഷം കേരള രാഷ്ട്രീയത്തിൽ വൻ ഭൂകമ്പങ്ങൾക്ക് കാരണമാകും. ജനവിധി ഭരണമാറ്റത്തിനാണെങ്കിൽ പോലും ആ ഭരണത്തിന് ചുക്കാൻ പിടിക്കാൻ ആരെത്തുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്താൻ കോൺഗ്രസിന് മാസങ്ങൾ വേണ്ടി വന്നേക്കാം. ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളെക്കുറിച്ചോ വികസനത്തെക്കുറിച്ചോ ചർച്ച ചെയ്യുന്നതിന് പകരം ആരായിരിക്കണം അടുത്ത ക്യാപ്റ്റൻ എന്ന കാര്യത്തിൽ നേതാക്കൾ വാശി പിടിക്കുന്നത് അണികൾക്കിടയിലും കടുത്ത അമർഷമുണ്ടാക്കുന്നുണ്ട്. വരാനിരിക്കുന്നത് കസേരയ്ക്കായുള്ള വാശിയേറിയ ഒരു അംഗത്തിനാണ് എന്ന് വ്യക്തം. മെയ് 4 ഫലപ്രഖ്യാപനം വെറും അക്കങ്ങളുടെ കളി മാത്രമല്ല, മറിച്ച് UDF എന്ന മുന്നണിയുടെ നിലനിൽപ്പിന്റെ കൂടി വിധിയെഴുത്തായിരിക്കും. തമ്മിലടിയും കുതികാൽ വെട്ടും മുഖമുദ്രയാക്കിയ പഴയ കോൺഗ്രസ് ഗ്രൂപ്പ് രാഷ്ട്രീയം പുതിയ രൂപത്തിൽ തിരിച്ചു വരുമ്പോൾ
കേരളം വീണ്ടും ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലേക്കാണ് വഴുതി വീഴുന്നത്.